കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ ആകുമ്പോൾ സുഭാഷ് ഏട്ടൻ വീടെല്ലാം തൂത്തു തുടച്ച് വൃത്തിയാക്കി വിളക്ക് കൊളുത്തുമ്പോഴേക്കും വീട്ടിൽ വിരുന്നുകാരെങ്കിലും വരുന്നുണ്ടോ എന്ന് നികേഷ് ചോദിക്കുകയാ. സുഭാഷ് ഏട്ടന്റെ എക്സ് വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് സുധീഷും ചോദിക്കുകയാ. ഹരീഷും ചോദിക്കുന്നുണ്ട് വീടെല്ലാം വൃത്തിയാക്കിയിടുന്നത് എന്തിനാണെന്ന്. നിധിയുടെ ബോസ് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ടാണെന്ന് സുഭാഷും. സുധീഷിനും അപ്പോഴാണ് അക്കാര്യം ഓർമ്മ വരുന്നത്. മറന്നുപോയെന്ന് സുധീഷ് ഏട്ടൻ പറയുന്നത് കേൾക്കെ അക്കാര്യങ്ങളെല്ലാം ഓർമ്മിച്ച് ചെയ്യേണ്ടത് സുധീഷ് ഏട്ടനല്ലേ എന്ന് ഹരീഷ് കുറ്റപ്പെടുത്തുന്നുണ്ട്. താൻ പോയി ജ്യൂസോ സ്നാക്സോ വല്ലതും വാങ്ങിക്കൊണ്ട് വരാമെന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും അതെല്ലാം താൻ നേരത്തെ വാങ്ങിവെച്ചെന്നും അവർക്ക് കൂടിയുള്ള ഫുഡും ഉണ്ടാക്കിയിട്ടെന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. അപ്പോഴാണ് സിദ്ധാർത്ഥിന്റെ കാറിൽ നിധിയും കൂട്ടരും അങ്ങോട്ടെത്തുന്നത്. അവർ വന്നെന്ന് തോന്നുന്നുവെന്നും ഇനി വഴക്കിടയില്ലെന്നും നികേഷ് ഓർമ്മിപ്പിക്കുമ്പോഴേക്കും എല്ലാവരും അവരെ സ്വീകരിക്കാനായി മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുകയാ. നിധിയും കൂടെ സിദ്ധാർത്ഥും ദിവ്യയും കാറിൽ നിന്നിറങ്ങി വരുമ്പോഴേക്കും സുഭാഷും നമസ്കാരം പറഞ്ഞ് അവരെ സ്വീകരിക്കുകയാ. നിധിയും സുഭാഷ് ഏട്ടൻ, സുധീഷ്, ഹരീഷ്, നികേഷ് എന്നൊക്കെ പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. വീടെല്ലാം നോക്കി എത്ര വർഷം പഴക്കമുണ്ടാവുമെന്ന് സിദ്ധാർത്ഥ് ചോദിക്കേ 100 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടാവുമെന്ന് സുഭാഷ് ഏട്ടനും പറയുകയാ. അത് കേൾക്കെ അത്ഭുതത്തോടെ താൻ ഈ വീടെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടോട്ടെ എന്ന് സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്. സുഭാഷും അത് സമ്മതിച്ച് സുധീഷിനോടായി വീട് ചുറ്റിക്കറങ്ങി കാണിച്ചു കൊടുക്കുവാൻ പറയുകയാ. വീടെല്ലാം ചുറ്റിക്കറങ്ങി കണ്ട് കഴിയുമ്പോഴേക്കും സുധീഷ് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ. സുഭാഷും അവർക്ക് ചായ കൊണ്ട് കൊടുക്കുകയാ. ചായ കുടിച്ചുകൊണ്ട് സിദ്ധാർത്ഥവും സുഭാഷിനോട് വീടിനെ കുറിച്ച് തിരക്കുന്നുണ്ട്. വളരെ പഴക്കമുള്ള വീടാണെന്നും 3 തലമുറയായി ഇവിടെ താമസിച്ചു വരികയാണെന്നും 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടാകാമെന്നും സുഭാഷ് പറയുന്നുണ്ട്. നിധി പറഞ്ഞതുപോലെ വീട് നല്ല സ്ട്രോങ് ആയിരിക്കുമെന്ന് സിദ്ധാർത്ഥ് അവളോടായി പറയുന്നത് ഇഷ്ടമാവാതെ വീട് നല്ല സ്ട്രോങ് ആണെന്നും വീടിന്റെ പഴമ അതുപോലെ നിലനിർത്താനായി റിപ്പയർ പോലും ചെയ്യാറില്ലെന്ന് സുധീഷ് പറയേ അത് സർവ്വസാധാരണമാണല്ലോ എന്ന് സിദ്ധാർത്ഥും പറയുക. അത് കേൾക്കെ ഒരു ചിരിയോടെ സുധീഷിനോട് മിണ്ടാതിരിക്കാനായി പറയുന്നുണ്ട് ഹരീഷ്. സിദ്ധാർത്ഥ് വീണ്ടും വീട്ടിലെ റൂമുകളെ കുറിച്ചെല്ലാം നിധിയോട് ചോദിക്കുമ്പോഴേക്കും അവൾ സിദ്ധാർത്ഥിനെ തന്റെ ബെഡ്റൂമും കിച്ചണും എല്ലാം കാണിച്ചു കൊടുക്കുകയാ. സിദ്ധാർത്ഥും നിധിയും പരസ്പരം അടുത്തിടപഴകുന്നത് സുധീഷിനെയും അസ്വസ്ഥനാക്കുകയാ. സുഭാഷ് ഏട്ടനും കൂട്ടരും അക്കാര്യം ശ്രദ്ധിക്കുന്നുമുണ്ട്. സുധീഷിനെ ശ്രദ്ധിക്കുന്ന ദിവ്യ നിധിക്ക് സുധീഷുമായുള്ള റിലേഷനെ പറ്റി ചോദിക്കുക. തന്റെ ഹസ്ബൻഡ് ആണെന്ന് നിധി പറയുമെന്ന പ്രതീക്ഷയോടെ സുധീഷ് നിൽക്കുമ്പോഴേക്കും അത് തന്റെ കസിൻ ആണെന്ന് നിധി പരിചയപ്പെടുത്തുന്നുണ്ട്. അത് കേട്ട് വിഷമത്തോടെ നിൽക്കുന്ന സുധീഷിനെ നോക്കി ചിരി അടക്കാൻ പാടുപെടുകയാ ഹരീഷും നികേഷും. നിധി അപ്പോഴേക്കും സിദ്ധാർത്ഥിനെയും ദിവ്യയെയും ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുക്കാനായി കൊണ്ടുപോവുകയാ. സുഭാഷും അവരുടെ പുറകെ പോവാനായി തുടങ്ങുമ്പോഴേക്കും സുധീഷ് സുഭാഷ് ഏട്ടനെ പിടിച്ചു നിർത്തി നിധി തന്നെ കസിൻ എന്ന് പരിചയപ്പെടുത്തിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. താനെന്താ അവളുടെ റിലേറ്റീവ് ആണോ എന്ന് ദേഷ്യത്തോടെ സുധീഷ് ചോദിക്കുമ്പോഴേക്കും നിധി ഉറക്കെ വിളിക്കുന്നത് കേട്ട് സുഭാഷ് അവളുടെ അടുത്തേക്ക് പോവുകയാ. സുധീഷിനെ നോക്കി ചിരി അടക്കാൻ പാടുപെടുക എന്ന ഹരീഷും നികേഷും ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അത് സുധീഷിനെ ദേഷ്യം പിടിപ്പിക്കുകയാ. അവരോട് ദേഷ്യപ്പെട്ട് സുധീഷ് ഇറങ്ങി ചെല്ലുമ്പോഴും സുഭാഷ് വീടിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് മുറ്റത്ത് നിൽപ്പാ. വീടിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴേക്കും സിദ്ധാർത്ഥ് സുഭാഷിനോട് യാത്ര ചോദിക്കുന്നുണ്ട്. താൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അത് കഴിച്ചിട്ട് പോകാമെന്നും സുഭാഷ് പറയുന്നുണ്ടെങ്കിലും അത് സ്നേഹപൂർവ്വം നിരസിച്ച് നിധിയെയും ദിവ്യയും കൂട്ടി യാത്ര പറഞ്ഞിറങ്ങുകയാ സിദ്ധാർത്ഥ്. നിധിക്കായി സുധീഷ് കാറിന്റെ പിൻഡോർ തുറന്നു പിടിക്കുമ്പോഴേക്കും അതിലൂടെ ദിവ്യ പുറകിലേക്കും സിദ്ധാർത്ഥ് തുറന്നു കൊടുത്ത മുൻ ഡോറിലൂടെ നിധി മുൻവശത്തേക്കും ഇരിക്കുക. അതുകണ്ട് സുധീഷ് ടെൻഷനോടെ നോക്കി നിൽക്കെ സിദ്ധാർത്ഥും അവനോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി കാറെടുത്ത് പോവുകയാണ്. സുഭാഷും കൂട്ടരും തിരികെ തളത്തിലെത്തുമ്പോഴേക്കും സുധീഷ് അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. സിദ്ധാർത്ഥ് സുധീഷിനെ ഗൗനിച്ചില്ലെന്നും അയാൾക്ക് ഓഫീസിലെ കാര്യങ്ങളെല്ലാം നോക്കി അവിടെ ഇരുന്നാൽ പോരെയെന്നും സുധീഷ് ചോദിക്കേ വീട് ഡിസൈൻ ചെയ്യുന്നതാണ് അവരുടെ ജോലിയെന്നും നമ്മുടെ വീട് പഴയതായതുകൊണ്ട് അതിന്റെ ഡിസൈനെ കുറിച്ചെല്ലാം അറിയാൻ വന്നതല്ലേ എന്നും അത് തെറ്റാവുന്നത് എങ്ങനെയെന്നും ഹരീഷും ചോദിക്കുന്നുണ്ട്. നികേഷും ചോദിക്കുന്നുണ്ട് അയാൾ സ്മാർട്ടായതുകൊണ്ട് സുധീഷ് ഏട്ടനെ അസൂയാണല്ലേ എന്ന്. അതിനെതിരെ പ്രതികരിച്ച് താനും സ്മാർട്ടല്ലേ എന്ന് സുധീഷ് സുഭാഷ് ഏട്ടനോടായി ചോദിക്കുകയാണ്. അവൻ സുന്ദരനാണെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും സുധീഷ് ഏട്ടന്റെ മുഖത്തെ പേടി കണ്ടില്ലേ നികേഷേ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അത് സത്യമാണെന്നും ഏടത്തി നേരത്തെ അയാളോട് സംസാരിക്കുന്നത് കണ്ടില്ലേ, അപ്പൊ തൊട്ട് തുടങ്ങിയ പേടിയാണെന്നും നികേഷും പറയുന്നുണ്ട്. അത് കേട്ട സുഭാഷ് ഏട്ടനും അങ്ങനെയാണോ സുധീഷേ, നിധിയും അവളുടെ MDയും കൂടി സംസാരിക്കുന്നത് കണ്ടാണോ ഈ ദേഷ്യം? നിധി ജോലി ചെയ്യുന്ന കമ്പനിയുടെ മുതലാളിയല്ലേ എന്നും അവരോട് എങ്ങനെ നിധിക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയുമെന്നും എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ നിധിയെ താൻ അതിനെ തെറ്റിദ്ധരിച്ചിട്ടില്ലെന്നും അവളുടെ ബോസിനെ കുറിച്ചാണ് താനീ പറയുന്നതെന്നും അവൾ തന്നെ കസിനായാണ് പരിചയപ്പെടുത്തതെന്നും നിധിക്ക് താൻ ആരാണെന്നും സുധീഷ് ചോദിക്കേ ഏടത്തിയുടെ ഭർത്താവല്ലേ സുധീഷ് ഏട്ടൻ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തിനവളെന്നെ കസിൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തണം?
എല്ലാവരോടും ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്താറ്, പിന്നെ അവൾ എന്തിനെന്നെ കസിൻ എന്ന് പരിചയപ്പെടുത്തണം? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചതേയില്ലേ എന്ന് സുധീഷ് ചോദിക്കേ. സുധീഷെ, കസിൻ എന്ന് പറഞ്ഞാലും സ്വന്തക്കാരാണെന്നല്ലേ അർത്ഥം എന്ന് സുഭാഷ് ചേട്ടനും ചോദിക്കുന്നുണ്ട്. റിലേഷനിലുള്ള ചേട്ടനെയും അനിയനെയുമാണ് കസിൻ എന്ന് പറയുക. അവരുടെ മുന്നിൽ എന്തിനെന്നെ കസിൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി എന്ന് സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കുകയാ. വേറെ എന്തു പറഞ്ഞാ പരിചയപ്പെടുത്തേണ്ടതെന്ന് ഹരീഷ് ചോദിക്കേ. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സുധീഷ് എന്നാ പരിചയപ്പെടുത്തിയത്, അല്ലാതെ ചേട്ടൻ എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് നികേഷും പറയുകയാണ്. അതിനുശേഷം അവൾ എന്നെ കസിൻ എന്ന് പറഞ്ഞാ പരിചയപ്പെടുത്തിയത്. താൻ അവളുടെ കസിൻ അല്ല, ഹസ്ബൻഡാണ്. എന്നെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞല്ലേ പരിചയപ്പെടുത്തേണ്ടത് എന്ന് സുധീഷ് ചോദിക്കേ. എടാ സുധീഷേ, അവൾ അത് എങ്ങനെ പറഞ്ഞു പരിചയപ്പെടുത്തും? അവൾ മനസ്സിൽ ഇതൊരു കല്യാണമായി കണക്കാക്കിയിട്ടില്ലല്ലോ. അത്തരമൊരു സന്ദർഭത്തിൽ ഒരു കല്യാണം കഴിക്കേണ്ടി വന്നതല്ലേ. വേറെ വഴിയില്ലാത്തത് കൊണ്ടല്ലേ ഇവിടെ താമസിക്കുന്നത്. അത് പോയെങ്ങനെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പറയാൻ പറ്റും? എന്റെ കല്യാണം കഴിഞ്ഞു, ഇതെന്റെ ഹസ്ബൻഡാണ്, ഇത് ഹസ്ബൻഡിന്റെ ചേട്ടനാണ്, ഇത് രണ്ടും അനിയന്മാരാണ്, പുറത്തിരിക്കുന്നത് എന്റെ അമ്മായി അച്ഛനാണെന്നൊക്കെ അവൾക്ക് എങ്ങനെ പറയാൻ കഴിയും എന്ന് സുഭാഷേട്ടൻ ചോദിക്കുകയാണ്. ബാക്കിയുള്ളവരുടെ മുന്നിൽ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാണല്ലോ അവൾ പരിചയപ്പെടുത്താറെന്ന് സുധീഷ് പറയേ. അതെല്ലാം നമ്മളെ അറിയുന്നവരോട് നമുക്ക് വേണ്ടി പറയുന്നതല്ലേ. നമുക്ക് വിഷമമുണ്ടാവാതിരിക്കാനും അപമാനമുണ്ടാവാതിരിക്കാനും വേണ്ടി അവൾ നീ ഹസ്ബൻഡാണെന്ന് പറയും. പക്ഷേ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എങ്ങനെ അത് പറയും എന്ന് സുഭാഷ് ചേട്ടൻ ചോദിക്കേ. ഓ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് മാത്രം പരിചയപ്പെടുത്താൻ ഒക്കില്ല. ഞാൻ തീർത്തു പറയുക, എന്നെ കസിൻ എന്ന് വിളിച്ച ഈ വായ കൊണ്ട് തന്നെ ഞാൻ ഹസ്ബൻഡാണെന്ന് അവളെ കൊണ്ട് പറയിപ്പിക്കും എന്ന് സുധീഷ് ഉറപ്പിച്ചു പറയുന്നത് കേൾക്കെ നികേഷിനും ചിരി വരികയാണ്. അത് കണ്ട സുധീഷും അവനോട് ദേഷ്യപ്പെടുമ്പോഴേക്കും ഹരീഷ് അവനെ തടയുന്നുണ്ട്. അവന്റെ മേൽ കൈപതിഞ്ഞ താൻ വെറുതെ ഇരിക്കില്ലെന്ന് ഹരീഷ് പറയുമ്പോഴേക്കും രാവിലെ തന്നെ വഴക്കിടാതെ ജോലിക്ക് പോവാൻ നോക്കുന്ന സുഭാഷ് ചേട്ടനും പറയുക. തന്റെ ന്യായം താൻ പറയുമ്പോൾ സുഭാഷ് ചേട്ടൻ അത് വഴക്കിടുന്നതായി തോന്നുന്നുണ്ട്. താൻ നേരത്തെ പറഞ്ഞതുപോലെ ഫെബ്രുവരി 14 അവൾ എന്നെ പ്രപ്പോസ് ചെയ്യും. മുന്നേ നടന്ന കല്യാണം അവൾ കല്യാണമാണെന്ന് കരുതിയിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. ഇനി ഒരു 6 മാസത്തിനുള്ളിൽ ആ കല്യാണം ഒരു കല്യാണമാണെന്ന് അവളെ കൊണ്ട് താൻ പറയിപ്പിക്കും. കസിനാണത്രേ, കസിൻ. താൻ അവളുടെ ഭർത്താവാണ്. അവളുടെ കഴുത്തിൽ താലി കെട്ടിയ അവളുടെ ഭർത്താവ്. അത് അവളെ കൊണ്ട് ഞാൻ പറയിക്കും. മാറി നിൽക്കുന്ന പറഞ്ഞ് നികേഷിനെയും ഹരീഷിനെയും തട്ടി മാറ്റിക്കൊണ്ട് സുധീഷ് ദേഷ്യത്തോടെ അവിടുന്ന് പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞ് സുധീഷ് ഏട്ടനെ ഭ്രാന്ത് പിടിക്കുമെന്ന് ഹരീഷ് പറയുകയാണ്. അവൻ പാവമാടാന്ന് സുഭാഷ് പറയേ. സുധീഷ് ഏട്ടൻ ഇങ്ങനെ ദേഷ്യത്തോടെ ഒച്ചവെക്കുന്നത് കണ്ടിട്ടും സുഭാഷ് ഏട്ടൻ പാവം എന്ന് പറയുന്നു. എന്തെങ്കിലും ആയിക്കോ, താൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് ഹരീഷും ജോലിക്ക് ഇറങ്ങുകയാ. പിന്നീട് ഹരീഷിന്റെ വർക്ക്ഷോപ്പിലെത്തുന്ന നീതു തനിക്ക് ഇഷ്ടമുള്ള ഫുഡിനെ കുറിച്ചെല്ലാം ഹരീഷിനോട് വിവരിച്ച് ഹരീഷിന് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. തനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ലെന്നും ഏത് ഫുഡും കഴിക്കുമെന്നും ഹരീഷ് പറയേ. പക്ഷേ താൻ ഇഷ്ടപ്പെട്ട ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂവെന്നും അതിന് കാരണം തന്റെ അമ്മയാണെന്നും വീട്ടുജോലികളിൽ താൻ അമ്മയെ സഹായിക്കാറുണ്ടെങ്കിലും തന്റെ ബ്രദറിന് മാത്രമേ ഇഷ്ടമുള്ള ഫുഡ് അമ്മയുണ്ടാക്കി കൊടുക്കുകയുള്ളൂവെന്നും അതിനാൽ ഇഷ്ടമുള്ള ഫുഡിന് വേണ്ടി താൻ വീട്ടിൽ വഴക്കുണ്ടാക്കാറുണ്ടെന്നും നീതു പറയുകയാ. അങ്ങനെ അവൾ ഹരീഷിനോട് തന്റെ വീട്ടിലെ ഓരോ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഓട്ടോയോടിച്ച് അതുവഴി വരികയായിരുന്ന അവളുടെ അച്ഛൻ അവളെ കാണുന്നത്. അവളെ കണ്ട് ഓട്ടോ നിർത്തിയിറങ്ങി ദേഷ്യത്തോടെ അച്ഛൻ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്ന് അവിടെ എന്തു ചെയ്യുകയാണെന്ന് ചോദിച്ച് അവളെ ചോദ്യം ചെയ്യുന്നുണ്ട്. താൻ വണ്ടി സർവീസിന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് അവൾ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ചുറ്റുപാടും അവളുടെ വണ്ടി തിരഞ്ഞ് കാണാതെ വണ്ടി എവിടെയെന്ന് ചോദിക്കുകയാണ്. അതുകൾക്ക് പരിഭ്രമത്തോടെ നീതുവും വണ്ടി സർവീസിന് തന്നെയാ വന്നത്, പക്ഷെ അത് വീട്ടിൽ വെച്ച് മറന്നുപോയി എന്ന് പറയുകയാണ്. അതുകൾക്ക് അച്ഛനും ദേഷ്യത്തോടെ എത്ര തവണ അവനോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞാലും നീ അത് കേൾക്കില്ല അല്ലേ, ചുമ്മാ ഇവിടെ വന്നിരിക്കുക, വണ്ടിയുമായി വരാതെ വണ്ടി സർവീസ് ചെയ്യാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. നാട്ടുകാർ നിന്നെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമോ എന്ന് അച്ഛൻ ചോദിക്കേ. അവർക്കൊന്നും വേറെ പണിയില്ലേ, ഞാൻ എന്ത് ചെയ്യുകയാണെന്ന് നോക്കി നടക്കുവാണോ എന്നവൾ ചോദിക്കുന്നുണ്ട്. നിന്റെ പല്ലടിച്ചു ഞാൻ താഴെ ഇടുമെന്ന് പറഞ്ഞ് അച്ഛൻ അവളെ അടിക്കാൻ ചെല്ലുമ്പോഴേക്കും അച്ഛൻ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കാൻ പോകുന്നില്ല, പിന്നെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് നീതുവും. നീ വീട്ടിലേക്ക് വരുമല്ലോ, അപ്പോ കാണിച്ചു തരാം. ഇവനെ പോലെ ഒരാണിന്റെ കൂടെയാണോ ചുറ്റിക്കറങ്ങി നടക്കുന്നത്, പെട്ടെന്ന് എന്റെ കൂടെ വീട്ടിലേക്ക് വരാൻ നോക്ക് എന്നച്ഛൻ പറയുന്നുണ്ടെങ്കിലും താൻ കുറച്ചുനേരം സംസാരിച്ചിട്ട് വരാമെന്ന് നീതുവും പറയുകയാണ്. അവിടുത്തെ ബഹളം കേട്ട് ആളുകളെല്ലാം അവിടെ കൂടാൻ തുടങ്ങിയിരുന്നു. അവളുടെ മറുപടി കേട്ട് ഹരീഷിനെ ദേഷ്യത്തോടെ എന്ന് നോക്കി അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാൻ അച്ഛൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അച്ഛന്റെ കൈ തട്ടിത്തെറിപ്പിച്ച് വീടച്ഛ, പിടിച്ചു വലിച്ചു കൊണ്ടുപോയാ ഞാൻ വരുമെന്നാണോ? നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കാൻ പോകുന്നില്ല. ഹരീഷിനെ എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് അച്ഛൻ അറിയില്ലേ? അപ്പൊ പിന്നെ സംസാരിക്കരുതെന്ന് പറഞ്ഞാ എന്താ അതിന്റെ അർത്ഥം എന്നവൾ ചോദിക്കേ. ഞാൻ മര്യാദയ്ക്ക് പറയുകയാ, പെട്ടെന്ന് വന്ന് വണ്ടി കയറാൻ നോക്ക്, വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാമെന്നും അച്ഛനും പറയുന്നു. അച്ഛൻ പോയിക്കോ, ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് വരാമെന്ന് നീതുവും. എന്താടി നീ പറയുന്നത്, നീ വരുന്നില്ലേ എന്നച്ഛൻ ചോദിക്കേ. ഞാൻ തീരെ വരില്ലെന്ന് പറഞ്ഞില്ലല്ലോ, കുറച്ചു സമയം സംസാരിച്ചു കഴിഞ്ഞിട്ട് വരാമെന്നല്ലേ പറഞ്ഞത്. അച്ഛൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്താൽ ഞാൻ വരാൻ കുറെ സമയമാവും.
ഞാൻ അങ്ങോട്ട് വന്നോളാം, അച്ഛൻ പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് നീതു അവിടെ തന്നെ നിൽപ്പ. അച്ഛനും ടെൻഷനോടെ കൂടി നിൽക്കുന്ന ആളുകളെല്ലാം ശ്രദ്ധിച്ച് ദേഷ്യത്തോടെ ഹരീഷിനെ ഒന്ന് നോക്കി അവനോടായി പറയുന്നുണ്ട്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ, നിന്റെ വണ്ടിയോടുകൂടി ഞാൻ നിന്നെ പൊക്കിയിരിക്കുമെന്ന്. പിന്നെ അച്ഛൻ പൊക്കും. അത് കണ്ട് ഹരീഷും വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് പോവാൻ നോക്കച്ച എന്ന് നീതു പറയെ ഹരീഷിനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. അവളുടെ അച്ഛൻ ഓട്ടോ എടുത്തു പോവുകയാ. അവൾ വീണ്ടും ഹരീഷിന്റെ മുന്നിലെ ചെയറിലേക്ക് ഇരിക്കുമ്പോഴേക്കും, നീതു ഇത്ര ധൈര്യത്തിലൊക്കെ സംസാരിക്കുന്നോ? നീതുവിന് പേടിയില്ലേന്ന് ഹരീഷും പേടിയോടെ ചോദിക്കുന്നുണ്ട്. എല്ലാം ഹരീഷ് ഉള്ളത് കൊണ്ടുള്ള ധൈര്യമാണെന്ന് നീതുവും. അത് നിന്റെ അച്ഛനല്ലേ, കുറച്ചെങ്കിലും മര്യാദ കൊടുത്തുകൂടെ എന്ന് ഹരീഷ് ചോദിക്കുകയാ. മര്യാദ കൊടുക്കാൻ നിന്നാ ഞാൻ അച്ഛന്റെ കൂടെ പോവേണ്ടി വരും. അപ്പോ ഹരീഷിനോട് സംസാരിക്കാൻ കഴിയില്ലല്ലോ. അത് വിട്ടേക്കെന്ന് പറഞ്ഞ് നമ്മൾ എവിടെയാ സംസാരിച്ചു നിർത്തിയതെന്ന് നീതു ചോദിക്കുന്നുണ്ട്. ഹരീഷ് അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും താൻ പറഞ്ഞു നിർത്തിയ പാർട്ട് ടൈം ജോബിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാ നീതുവും. വീട്ടിലപ്പോഴും നിധി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ടെൻഷനോടെ ഇരിപ്പാ സുധീഷ്. അവിടെ പുറകുവശത്ത് ബാത്റൂം ജോലിക്കാർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് നിൽപ്പാ സുഭാഷ് ഏട്ടൻ. ഇനി എന്തൊക്കെ പണി തീരാനുണ്ടെന്ന് നികേഷ് ചോദിക്കേ. പെയിന്റ് അടിക്കാനും ടൈൽസ് ഒട്ടിച്ച് പൈപ്പ് ലൈൻ കണക്ഷൻ എടുക്കാനും കൂടിയുണ്ട്, 2 ദിവസം കൊണ്ട് തീർന്നേക്കുമെന്ന് സുഭാഷ് ഏട്ടനും പറയുകയാണ്. അപ്പോഴാണ് സുധീഷ് അങ്ങോട്ട് വന്ന് സുഭാഷ് ഏട്ടനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തി സംസാരിക്കുന്നത്. ഇനി മുതൽ സുഭാഷ് ഏട്ടനെ അവൾ ചേട്ടാന്ന് വിളിക്കാൻ പാടില്ലെന്ന് സുധീഷ് പറയേ. എന്താ കാര്യമെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടനെ ചേട്ടനായി കാണുന്നത് കൊണ്ടാണ് അവൾ എനിക്കൊരു വില തരാത്തതെന്ന് സുധീഷും. സുഭാഷ് ഏട്ടൻ ചേട്ടനായിരിക്കുന്നിടത്തോളം കാലം അവൾ തന്നെ ഭർത്താവായി കാണില്ലെന്നും സുധീഷ് പറയുകയാണ്. അതും ഇതും തമ്മിൽ എന്താടാ ബന്ധം? അവൾ എന്നെ ചേട്ടാന്ന് വിളിച്ചാൽ അത് നിന്നെയും ചേട്ടനായി കാണുമെന്ന് അതിനർത്ഥമില്ല. നീ വെറുതെ ഓരോന്ന് കൽപ്പിച്ചു കൂട്ടുകയാണെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. സുഭാഷ് ഏട്ടൻ നേരത്തെ കണ്ടതല്ലേ, ആരെങ്കിലും ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ കസിനാണെന്ന് പറയും. മാമന്റെ മകനാണെന്ന് പറഞ്ഞ പോരെ എന്ന് സുധീഷ് പറയേ. മാമന്റെ മകനെ തന്നെയാ കസിൻ എന്ന് പറയാറെന്ന് നികേഷും പറയുന്നുണ്ട്. എടാ, അവൾ സുഭാഷ് ഏട്ടനെ ചേട്ടൻ എന്ന് പറഞ്ഞല്ലേ പരിചയപ്പെടുത്തിയത്. അപ്പൊ ഞാൻ സുഭാഷ് ഏട്ടന്റെ അനിയനാണല്ലോ, അപ്പൊ ഞാൻ ചിറ്റപ്പന്റെ മകനാണെന്നല്ലേ അവർ കരുതൂ എന്ന് സുധീഷ് ടെൻഷനോടെ ചോദിക്കേ. അവരെന്ത് വിചാരിച്ചാലും നമുക്ക് എന്താടാ, സത്യം എന്താണെന്ന് നിനക്കറിയാലോ എന്ന് സുഭാഷ് ഏട്ടനും. സത്യം എന്താണെന്നൊക്കെ എനിക്കറിയാം സുഭാഷ് ഏട്ടാ, പക്ഷേ പുറത്തുള്ളവരോടൊക്കെ അവൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയാലോ? സുഭാഷ് ഏട്ടൻ എന്ത് ചെയ്താലും വേണ്ടില്ല, നിധി ഇനി മുതൽ സുഭാഷ് ഏട്ടനെ ചേട്ടാന്ന് വിളിക്കാൻ പാടില്ല എന്ന് സുധീഷ് തീർത്തു പറയേ. അതിന് സുഭാഷ് ഏട്ടൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ഇനി മുതൽ തന്നെ ചേട്ടാന്ന് വിളിക്കാൻ പാടില്ലെന്ന് സുഭാഷ് ഏട്ടൻ തന്നെ നിധിയോട് തീർത്തു പറയണം എന്ന് സുധീഷ് പറയും. ഞാൻ എങ്ങളെ അവളുടെ മുഖത്ത് നോക്കി അങ്ങനെയെല്ലാം പറയുമെന്ന് സുഭാഷും ചോദിക്കും. സുഭാഷ് ഏട്ടൻ അവളോട് പറഞ്ഞേ തീരൂ, ഇതിൽ കൂടുതൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാനാവില്ല എന്നവൻ പറയേ. ഇതെല്ലാം കുറച്ച് കൂടുതലല്ലേ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. എന്ത് കൂടുതലാണെന്നാ നീ ഈ പറയുന്നത്? എന്റെ പ്രയാസം എനിക്കല്ലേ അറിയൂ. ഇന്നൊരുത്തം വന്നില്ലായിരുന്നോ, സിദ്ധാർത്ഥ്. അവന്റെ നിധിയോടുള്ള നോട്ടം അത്ര ശരിയല്ല, പൂവാലന്മാർ നോക്കുന്ന പോലെയാ അവന്റെ ഒരു നോട്ടം എന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയേ. ഒന്ന് ചുമ്മാതിരിക്കട സുധീഷേ, വെറുതെ വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നു എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. ഇതുപോലെയല്ലേ നിധിയോടന്ന് ഫോണിലൂടെ ആരോ അവളെ ചീത്ത വിളിക്കുന്നു എന്ന് കേട്ട് അവളുടെ ഓഫീസിൽ പോയി വഴക്കുണ്ടാക്കിയത് എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. സുഭാഷ് ഏട്ടാ, അത് വേറെ ഇത് വേറെ. അന്ന് ഞാൻ ഫോണിലൂടെ കേട്ട് തെറ്റിദ്ധരിച്ചതാ, പക്ഷേ ഇത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. എല്ലാരും സുഭാഷ് ഏട്ടനെ പോലെ ആവില്ല. സുഭാഷ് ഏട്ടൻ സ്നേഹത്തോടെ ഒരു അനിയത്തിയെ പോലെയാ സംസാരിക്കുന്നത്. പുറത്തുള്ളവർ അത് കണ്ടാൽ എന്ത് വിചാരിക്കും? ഇനി അതിനൊന്നും ഇട കൊടുക്കരുത്. നിധി വന്നാലുടനെ ചേട്ടാന്ന് വിളിക്കരുതെന്ന് പറയണം എന്ന് സുധീഷ് വീണ്ടും പറയേ. എങ്ങനെയാടാ ഞാൻ അവളുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയുന്നതെന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. സുഭാഷ് ഏട്ടാ, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. എങ്ങനെയാ പറയേണ്ടതെന്നൊക്കെ സുഭാഷ് ഏട്ടൻ തീരുമാനിക്കേ, അല്ലെങ്കിൽ ഞാൻ അവളോട് പോയി പറയട്ടെ എന്ന് സുധീഷ് ചോദിക്കേ. അതൊന്നും വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. പക്ഷേ എങ്ങനെ പറയുമെന്ന് അറിയില്ല എന്ന് സുഭാഷും ടെൻഷനോടെ പറയുകയാ. എങ്ങനെയും ഒന്ന് പറ സുഭാഷ് ഏട്ടാ, അവൾ ഇനി സുഭാഷ് ഏട്ടനെ ചേട്ടാന്ന് വിളിക്കാൻ പാടില്ല, അത് സുഭാഷ് ഏട്ടൻ പറയുന്ന പോലെ ഇരിക്കും എന്ന് പറഞ്ഞ് സുധീഷും അകത്തോട്ട് കയറി പോവുകയാണ്. എന്താടാ ഇവൻ ഇങ്ങനെ എന്ന് സുഭാഷും ടെൻഷനോടെ നികേഷിനോട് ചോദിക്കേ. കസിൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് സുധീഷ് ഏട്ടനെ ഫീൽ ആയെന്ന് തോന്നുന്നു എന്ന് നികേഷും പറയുന്നുണ്ട്. ഞാൻ എങ്ങനെ അവളോട് എന്നെ ചേട്ടാന്ന് വിളിക്കേണ്ടെന്ന് പറയും എന്ന് സുഭാഷ് ടെൻഷനോടെ ചോദിക്കേ. അത് വിട് സുഭാഷ് ഏട്ടാ, സുധീഷ് ഏട്ടൻ പറഞ്ഞതുപോലെ തന്നെ പറ, അല്ലെങ്കിൽ സുധീഷ് ഏട്ടൻ ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ശരിയെന്ന് പറഞ്ഞ് നികേഷ് അകത്തോട്ട് കയറി പോവുകയാണ്. പിന്നീട് നിധി വൈകിട്ട് ഓഫീസ് വിട്ട് വരുമ്പോഴും സുധീഷ് ടെൻഷനോടെ തളത്തിൽ തന്നെ ഇരിപ്പാ. അവൾ വരുമ്പോഴേക്കും വരൂ നിധി വരൂ എന്ന് പറഞ്ഞ് സുധീഷ് അവളെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അവനെ മൈൻഡ് ചെയ്യാതെ സുഭാഷ് ഏട്ടാന്ന് അടുക്കളയിലേക്ക് നീട്ടി വിളിക്കുക നിധിയും. സുഭാഷും അങ്ങോട്ട് വന്ന് മോളെ നീ എത്തിയോ എന്ന് ചോദിക്കേ. ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വൈകിയെന്നും ബസ് കിട്ടാൻ ലേറ്റായെന്നുമൊക്കെ പറഞ്ഞ് നിധി തളർച്ചയോടെ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. ആ സമയം സുധീഷും അവിടെ നിന്ന് പറ സുഭാഷ് ഏട്ടാ എന്ന് അവനോട് ആംഗ്യം കാണിക്കുന്നുണ്ട്. സുഭാഷ് അത് സമ്മതിക്കുന്നുണ്ടെങ്കിലും നിധി വീണ്ടും സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. വീണ്ടും സുഭാഷ് പറയാനായി സുഭാഷ് ഏട്ടനോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ടെങ്കിലും വെള്ളം എടുക്കട്ടെ മോളെ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്.
സുഭാഷ് ഏട്ടൻ ബോട്ടിലിൽ തന്നുവിട്ട വെള്ളം തന്നെ പകുതിയോളം ഉണ്ടെന്ന് നിധി പറയുകയാണ്. താൻ വെള്ളം തന്നുവിട്ടത് 1 ലിറ്ററിന്റെ ബോട്ടിലാണെന്നും ഒരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണമെന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ഏട്ടനും അവളെ വഴക്കു പറയുകയാണ്. ജോലി തിരക്കായിരുന്നുവെന്നും വെള്ളം കുടിക്കാൻ മറന്നുപോയെന്നും നിധിയും പറയുന്നുണ്ട്. എന്ത് ജോലിയുണ്ടെങ്കിലും അരികെ തന്നെ ബോട്ടിലും വെച്ച് സമയം വെള്ളം കുടിക്കണമെന്ന് സുഭാഷ് ഏട്ടനും അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരി സുഭാഷ് ഏട്ടാ, ഇനി മുതൽ കുടിച്ചോളാമെന്ന് നിധി പറയുമ്പോഴേക്കും ഹരീഷും ജോലി കഴിഞ്ഞ് അങ്ങോട്ട് വരികയാണ്. ഹരീഷ് നിധിയോട് കുശലം ചോദിക്കുമ്പോഴേക്കും ഇപ്പോഴെങ്കിലും ഒന്ന് പറ സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് അവിടെ നിന്ന് ആംഗ്യം കാണിക്കുകയാണ്. അത് സംബന്ധിച്ച് സുഭാഷ് പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഒരു കോൾ വരുന്ന നിധി അതുമായി അവിടുന്ന് പോവുകയാണ്. അവൾ അവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും അത്രയും സമയം അക്കാര്യം പറയാതിരുന്ന സുഭാഷ് ഏട്ടനെ സുധീഷ് ചോദ്യം ചെയ്യുകയാണ്. അവൾ ഇപ്പോഴല്ലേ വന്നതെന്നും വന്ന ഉടനെ പറയുന്നത് എങ്ങനെയെന്നും സുഭാഷ് ഏട്ടനും ചോദിക്കുന്നു. എങ്ങനെയും ഒന്ന് പറ സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും കാര്യം മനസ്സിലാവാതെ എന്താടാ ഇവിടെ നടക്കുന്നതെന്ന് ഹരീഷും നികേഷിനോടായി ചോദിക്കുകയാണ്. സുധീഷ് ഏട്ടനെ കുറിച്ച് രാവിലെ കസിൻ എന്ന് പറഞ്ഞില്ലേ, അത് സുധീഷ് ഏട്ടനെ താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സുഭാഷ് ഏട്ടനെ ഇനി മുതൽ ഏടത്തി ഏട്ടാന്ന് വിളിക്കാൻ പാടില്ല. അത് സുഭാഷ് ഏട്ടൻ തന്നെ ഏടത്തിയോട് നേരിട്ട് പറയണം എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ ചേട്ടാന്ന് വിളിക്കാതെ പിന്നെ മാമ എന്ന് വിളിക്കണോ എന്ന് ഹരീഷും ചോദിക്കുകയാണ്. അത് കേൾക്കെ സുധീഷും ദേഷ്യത്തോടെ അതൊന്നും എനിക്കറിയണ്ട, ഇനി മുതൽ സുഭാഷ് ഏട്ടനെ അവൾ ചേട്ടാന്ന് വിളിക്കാൻ പാടില്ല എന്ന് സുധീഷ് പറഞ്ഞു തീരുമ്പോഴേക്കും നിധിയും അങ്ങോട്ട് വരിക. അവൾ വരുന്നത് കാണുന്ന സുധീഷും സുഭാഷ് ഏട്ടാ അവൾ വരുന്നുണ്ട് വേഗം പറ എന്ന് പറയുമ്പോഴേക്കും നിധിയും ഒരു ചിരിയോടെ അങ്ങോട്ട് നടന്നു വന്ന് തന്റെ ബാഗും എടുത്ത് റൂമിലേക്ക് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഒരു പരുങ്ങലോടെ തന്നെ നോക്കി നിൽക്കുന്ന സുഭാഷ് ഏട്ടനെ കണ്ട് എന്തുപറ്റി സുഭാഷ് ഏട്ടാ ആകെ വല്ലാതിരിക്കുന്നല്ലോ എന്ന് ചോദിക്കേ. അല്ല മോളെ, മോളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്നൊരു പതർച്ചയോടെ പറയേ. എന്താണേലും പറ എന്ന് നിധിയും. സുഭാഷ് ഏട്ടന്റെ പതർച്ചയോടുള്ള നിൽപ്പ് കണ്ട് എന്തുപറ്റി നികേഷ് എന്ന് നിധി ചോദിക്കുന്നുണ്ടെങ്കിലും സുഭാഷും ഒരു പരുങ്ങലോടെ സുഭാഷ് പറയാനായി തുടങ്ങുന്നുണ്ടെങ്കിലും അവന് പറയാൻ കഴിയുമായിരുന്നില്ല. അവൻ വീണ്ടും ടെൻഷനോടെ സുധീഷിനെ നോക്കുമ്പോഴേക്കും സുധീഷ് അവനെ നോക്കി പേടിപ്പിക്കുന്നു. സുഭാഷ് ഏട്ടാ എന്താണേലും പറ എന്ന് നിധി വീണ്ടും പറയേ. ഒന്ന് പറ സുഭാഷ് ഏട്ടാ എന്ന് സുധീഷും ആംഗ്യം കാണിക്കുകയാണ്. അത് കണ്ട് സുഭാഷ് ഏട്ടനും മോളെ നീ ഇനി മുതൽ എന്നെ ചേട്ടാന്ന് വിളിക്കാൻ പാടില്ല എന്നൊറ്റ ശ്വാസത്തിൽ പറയുമ്പോഴേക്കും നിധിയും അമ്പരപ്പോടെ സുഭാഷ് ഏട്ടനെ തന്നെ നോക്കി നിൽപ്പാം. സുഭാഷ് ഏട്ടാ എന്നവൾ അമ്പരപ്പോടെ വിളിക്കേ. അതെ, ഇനി മുതൽ എന്നെ നീ ചേട്ടാന്ന് വിളിക്കാൻ പാടില്ല എന്ന് സുഭാഷ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ ഒന്നുകൂടി ഉറപ്പിച്ചു പറ എന്ന് സുധീഷ് ആംഗ്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഭാഷും വെറുതെ എന്നെ സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് പെരുക നട ഞാനെന്താ നിന്റെ ചേട്ടനാണോ എന്നൊക്കെ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നതുകൾക്ക് സുഭാഷ് ഏട്ടനെ തന്നെ നോക്കി നിൽക്കുന്ന നിധിയുടെ കണ്ണുകളും ടെൻഷൻ കൊണ്ട് നിറയുകയാണ്. സുധീഷും സപ്പോർട്ട് ചെയ്ത് കറക്റ്റ് അല്ലേ, സുഭാഷ് ഏട്ടൻ നിന്റെ ചേട്ടനൊന്നുമല്ലല്ലോ, നിന്റെ ചേട്ടൻ തക്കലയിലല്ലേ ഉള്ളത്, അതല്ലേ നിന്റെ ചേട്ടൻ, അല്ലാതെ ഇതല്ലല്ലോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും സങ്കടത്തോടെ കരയാൻ തുടങ്ങുകയാണ്. സങ്കടത്തോടെ തന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്ന നിധിയെ കണ്ട് സുഭാഷിനും ടെൻഷൻ ആവുകയാണ്. എന്തിനാ മോളെ നീ കരയുന്നേ എന്ന് സുഭാഷും ടെൻഷനോടെ ചോദിക്കേ. എന്താ സുഭാഷ് ഏട്ടാ എന്നോട് ചേട്ടാന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞത്? കൂടെ പിറക്കാത്ത അനിയത്തിന്നല്ലേ സുഭാഷ് ഏട്ടൻ എപ്പോഴും എന്നെ കുറിച്ച് പറയാറ്. എനിക്ക് അച്ഛനും അമ്മയും ചേട്ടത്തിയും ചേട്ടനും എല്ലാം ഉണ്ട്. അവരെല്ലാം മറന്ന് ഞാൻ എങ്ങനെ ഇവിടെ താമസിക്കുന്നെന്ന് സുഭാഷ് ഏട്ടൻ അറിയില്ലേ? സുഭാഷ് ഏട്ടനെ പോലെ ഒരു ചേട്ടൻ ഉള്ളത് കൊണ്ടാ ഞാൻ അവരെല്ലാം മറന്നത്. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും എനിക്കൊരു ചേട്ടനുണ്ടല്ലോ എന്ന ആശ്വാസത്തിലാ ഞാൻ ഇവിടെ കഴിഞ്ഞത്. പിന്നെ എന്തിനാ സുഭാഷ് ഏട്ടാ ചേട്ടാന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ച് നിധി സങ്കടത്തോടെ പൊട്ടിക്കരയുമ്പോഴേക്കും സുഭാഷിനും ആകെ ടെൻഷൻ ആവുകയാണ്. അവൾ വീണ്ടും കരച്ചിലോടെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് സുഭാഷ് ഏട്ടാ, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്നു പറ. സുഭാഷ് ഏട്ടൻ ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ സങ്കടത്തോടെ പറഞ്ഞവൾ പൊട്ടിക്കരയുമ്പോഴേക്കും നിധി മോളെ നീ കരയാതെ എന്ന് സുഭാഷ് ഏട്ടനും സങ്കടത്തോടെ ആശ്വസിപ്പിക്കുകയാണ്. ഏടത്തി കരയില്ലേ എന്ന് നികേഷും ആശ്വസിപ്പിക്കുന്നുണ്ട്. മോളെ നീ കരഞ്ഞ എനിക്കും കരച്ചിൽ വരുമെന്ന് അറിയില്ലേ, കരയാതെ മോളെ എന്ന് സുഭാഷ് ഏട്ടൻ സങ്കടത്തോടെ പറയുന്നത് കേൾക്ക് സുധീഷും ദേഷ്യം കടിച്ചമർത്തി നിൽപ്പാ. സുഭാഷ് ഏട്ടനെ ഞാനെങ്ങനെ ചേട്ടാന്ന് വിളിക്കാതെ ഇരിക്കും, ഞാൻ സുഭാഷ് ഏട്ടനെ ചേട്ടാന്ന് തന്നെ വിളിക്കും എന്നവൾ കരച്ചിലോടെ പറയേ. നീ വിളിക്കും മോളെ, നീ സുഭാഷ് ഏട്ടാന്ന് തന്നെ വിളിച്ചോ, നീ ഇങ്ങനെ കരയില്ലേ എന്ന് സുഭാഷും സ്നേഹത്തോടെ പറയുന്നു. ഇതെല്ലാം കണ്ട് ഓ ചേട്ടൻ അനിയത്തി സ്നേഹം എന്ന് ദേഷ്യത്തോടെ സുധീഷും പിറുവിറുക്കുന്നുണ്ട്. നീ കരയാതെ മോളെ, നീ എന്റെ അനിയത്തിയാ, ഞാൻ നിനക്ക് ചേട്ടനും നികേഷും ഹരീഷുമെല്ലാം നിന്റെ അനിയന്മാരാ, സുധീഷും നിന്റെ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ കൊല്ലും ഞാൻ എന്ന് സുധീഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ശരി അത് വിട്, ഇനി മുതൽ ചേട്ടനും അനിയന്മാരുമായി ഞങ്ങളെല്ലാം ഉണ്ട്, ഇനി ആരുമില്ലെന്നോർത്ത് സങ്കടപ്പെടാതെ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞങ്ങൾ എല്ലാവരും മുന്നിൽ തന്നെ ഉണ്ടാവും എന്നൊക്കെ സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്കെ സുധീഷും നിരാശയോടെ നിൽപ്പാം. നിധിക്കൊരു കുഞ്ഞു പിറന്ന ആ കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം ഒരു അമ്മാവന്റെ സ്ഥാനത്തു നിന്ന് താൻ നടത്തുമെന്നും വിഷമിക്കേണ്ടെന്നും നിധിക്ക് ചേട്ടനായി താൻ ഉണ്ടായിരിക്കുമെന്നും സുഭാഷ് ഏട്ടൻ തീർത്തു പറയും. പിന്നെ എന്തിനാ സുഭാഷ് ഏട്ടാ എന്നോട് അങ്ങനെ പറഞ്ഞതെന്ന് നിധിയും കരച്ചിലോടെ ചോദിക്കുകയാണ്. അത് താൻ ചുമ്മാ പറഞ്ഞതാണെന്ന് സുഭാഷും ടെൻഷനോടെ പറയേ.
അത് സുഭാഷ് ഏട്ടന്റെ ഒരു പ്രാങ്ക് ആയിരുന്നു എന്ന് നികേഷും പറയുന്നുണ്ട്. അതെ, പ്രാങ്കാ മോളെ, പ്രാങ്ക് എന്ന് സുഭാഷും ടെൻഷനോടെ പറയേ. സുധീഷും ദേഷ്യത്തോടെ അവരെ നോക്കി നിൽപ്പാ. കരയാതെ മോളെ, ചായ എടുക്കട്ടെ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. വേണ്ട സുഭാഷ് ഏട്ടാ, എങ്ങനെ തോന്നി ഇതിനെ എന്ന് ചോദിച്ച നിധി കരച്ചിലോടെ തന്റെ റൂമിലേക്ക് കയറി പോവുകയാണ്. അവൾ പോകുന്നത് കണ്ട് സങ്കടത്തോടെ നിൽക്കുന്ന സുഭാഷിനെ ദേഷ്യത്തോടെ നോക്കി നിൽപ്പാ സുധീഷും. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.